ഇപ്പോഴും കളിക്കാൻ പറ്റുന്നത് വലിയ അനുഗ്രഹമാണ്, ആരോഗ്യമാണല്ലോ എല്ലാം. നമുക്കത് എത്ര കാലം കളിക്കാൻ പറ്റുന്നോ അത്രയും കാലം കളിക്കണമെന്നാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ ജീൻ ചേട്ടൻ്റെ കുറച്ച് ബോളിംഗ് എഡിറ്റ് ചെയ്ത് വെച്ചാട്ടോ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഓഫ് സ്പിന്നറാണ് പുള്ളി, നല്ല കിടിലനായിട്ട് ബോൾ ടേൺ ചെയ്യും. ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്താണ്. അപ്പോൾ ആളുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് CCFലെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി രാജഗിരി വന്നപ്പോഴത്തേന് നേരെ ഓപ്പോസിറ്റ് പുള്ളി ഇരിക്കണം. പുള്ളി വന്ന് സംസാരിച്ചു. നല്ല അടിപൊളി മനുഷ്യനാട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡുകളിലൊന്നാണ്. ക്രിക്കറ്റ് ചെറുപ്പം തൊട്ട് നമ്മൾ ഒരുപാട് കാണും വെച്ചാൽ ഞാനും അമ്മയും കൂടി ഇരുന്ന് ഒരുപാട് ക്രിക്കറ്റ് കളി കാണുമായിരുന്നു. അപ്പം അങ്ങനെ ക്രേസാണ്. സ്കൂളിൽ കളിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ടീമിൽ കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ സിനിമയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് നമുക്ക് പ്രൊഫഷണൽ ഹാൻഡ് ബോളിനെ കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തു. ബോളിംഗ് മാത്രമല്ല, ഞാൻ പറയാൻ വന്നത് വിട്ടുപോയി. നല്ല കിടിലൻ ഫീൽഡ് റൂട്ടാണ്. 2-3 ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും പുള്ളി എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ടെന്ന്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് അത് ടീമിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആരും പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരല്ല. പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരുടെ വീഡിയോസ് വേറെ കുറേ അപ്ലോഡ് ചെയ്യാറുണ്ട് മല്ലു ക്രിക്കറ്റിൽ. അതങ്ങനെ കാണുക. ഇതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം, ക്രിക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേർക്ക് ഇത് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് അവർ ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ CCL ടീം നല്ല ക്വാളിറ്റി കളിക്കുന്നുണ്ട്. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ അറിയോ? നല്ല ഇൻസൾട്ടും. കാരണം നമ്മൾ ഇതും കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ കളി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഇവിടെ രാജഗിരി കളിക്കുന്ന പോലെ അല്ലല്ലോ. അവിടെ ഇപ്പം ആൾക്കാർ കാണുന്നതാണ്, മലയാളികൾ കാണുന്നതാണ്. നമുക്ക് മനസ്സുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടീസും പെർഫോമൻസും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ്. ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്, വൈഡ് എറിയുന്നത്, നോ ബോൾ എറിയുന്നത്, ഒരു 6 നമുക്കിട്ട് അടിക്കുന്നത്. നമുക്കപ്പം ഇത്രയും മലയാളികൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു ഭയങ്കരമായ ഒരു സംഭവമുണ്ട്. അപ്പം ഒബ്വിയസ്ലി എല്ലാ സീസണും നമ്മളത് ബെറ്റർ ആവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മളുമായിട്ടുള്ള ഓപ്പോസിറ്റ് മാച്ചസിൽ നമ്മൾ കണ്ടതാണ്. നല്ല ക്വാളിറ്റി കളിയായിരുന്നു. മേലോട്ട് പോകുമ്പോൾ റിസൾട്ട് എന്താകുമെന്നറിയില്ല. എങ്കിലും നമ്മുടെ ടീമാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ.